ഗൈസ്, ഇതൊരു ക്യാമറയാണ്. നമ്മുടെ ബോർവെല്ലിലൊക്കെ മോട്ടർ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനും എത്ര ആഴത്തിലാണ് സ്റ്റക്കായി കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനും ഒക്കെയാണ് ഈ ഒരു ക്യാമറ ഇറക്കി നോക്കുന്നത്. എൻ്റെ വീട്ടിലെ ബോർവെല്ലിലെ മോട്ടറും സ്റ്റക്കായി പോയി. മോട്ടർ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീം വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റിലെ തന്നെ ചെയ്യുന്ന കാര്യം ഈ ഒരു ക്യാമറ ഇറക്കി നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്യാമറ ഇവരുടെ സ്റ്റാൻഡ് ബൈ ക്യാമറയാണ്. ഇവരുടെ മെയിൻ ക്യാമറ സർവീസിലാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസിന് അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, പക്ഷേ ഇവർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും. ബോർവെല്ലിൽ മോട്ടർ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പേര് കൂടി പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വെറുതെ റിസ്ക് എടുക്കരുത്. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ടീമിൽ തന്നെ വിളിക്കണം. എത്ര ആഴത്തിലാണ് ബ്ലോക്ക് എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവരുടെ അടുത്ത പരിപാടി ചെയിൻ ലോക്ക് ഇട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ട്രാവലറിൽ ഇവരുടെ എല്ലാ ടൂൾസും ഉണ്ടാവും. ചെയിൻ ലോക്ക് ഇടാനുള്ള പരിപാടിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതേപോലെയാണ് ഇവർ മോട്ടറിനെ കയറ്റാൻ ശ്രമിക്കുന്നത്. കുറച്ച് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇവർക്ക് മോട്ടർ പൊക്കാൻ സാധിച്ചില്ല. ഇവരുടെ അടുത്ത പരിപാടി ബ്ലോക്കായി കിടക്കുന്ന അത്രയും ആഴത്തിൽ തന്നെ GI പൈപ്പ് ഇറക്കിയിട്ട് കല്ലും അതേപോലെ ചെളിയൊക്കെ ഇടിച്ചിട്ട് മോട്ടർ പൊന്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. അന്നേരത്തേക്ക് നല്ല മഴയും പെയ്തു. മഴയും വെയിലും ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു ശ്രമം ഫലം കണ്ടു. നമ്മൾ മോട്ടർ പൊന്തിക്കാൻ പറ്റി. മോട്ടർ സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഇവർ വരുന്നതിന് മുന്നേ നമ്മൾ 2 ടീമിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ചെയ്യാനായില്ല. ഇവരുടെ കയ്യിലുള്ള പോലെ ടൂളോ ക്യാമറയോ ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. നമ്മുടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർ ഫുള്ള് സെറ്റാക്കി തന്നേനെ. അപ്പോൾ ഗൈസ്, ബോർവെല്ലിൽ ഇതേപോലെ മോട്ടർ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ടൂൾസ് മാഫിയ എന്നാണ് ഇവരുടെ പേര്. കോട്ടക്കലാണ് ഇവരുടെ പ്ലേസ് വരുന്നത്. ഇതാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ആക്കിക്കോ. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.